ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യം, നമ്മൾ വീണ്ടും ഒരു പുതിയ പരീക്ഷണമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇഡ്ഡലിയിൽ നിന്നൊരു ബട്ടർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് നെയ്യൊക്കെ, നമ്മുടെ നാട്ടിലെ നെയ്യൊക്കെ മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റാണ്. ഇന്ത്യ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ അത് മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പോംവഴിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്നത് നമ്മുടെ ഇഡ്ഡലിയിൽ നിന്ന് മേടിച്ച അൺസോൾട്ട് ബട്ടറാണ്. 250 ഗ്രാമാണ് ഇത്. കാര്യം നമ്മൾ ഒരുപാട് മേടിച്ചില്ല, പരീക്ഷണമാണല്ലോ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നാട്ടിലെ നെയ്യ് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അധികം സമയമൊന്നും ഇല്ല, നമുക്കൊരു 10-15 മിനിറ്റ് കാര്യമുള്ളൂ ഇത് നെയ്യ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോകാം. എന്തായാലും പരീക്ഷണമാണ്, സക്സസ് ആകുമായിരിക്കും. സക്സസ് ആകും, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ ബട്ടൺ അമർത്തിയില്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നേരെ ബട്ടർ എടുത്തിടാം. അപ്പോൾ നമ്മൾ ഈ ചൂടായതിനു ശേഷം നമ്മൾ ലോ മീഡിയം ഹീറ്റ് വെച്ച് വേണം ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പം ഇത് നമുക്ക് ഈ ബട്ടറിന് ചിലവായി എന്ന് പറഞ്ഞാൽ 1.89 പൗണ്ടാണ്. അടാ, ഇതാണ് സംഭവം ബട്ടർ. ഇത് നമ്മൾ ഇവിടുത്തെ ലിഡിലെല്ലാം മേടിക്കാൻ കിട്ടും, ലിഡിലും അവസ്ഥയിലും എല്ലായിടത്തും കിട്ടുന്ന സംഭവമാണ്. ബട്ടർ എടുത്ത് നേരെ ഇങ്ങോട്ടങ്ങ് ഇടുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന നെയ്യുടെ പരിപാടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ കളറാവുമെന്ന് പറഞ്ഞില്ലായിരുന്നോ, ഇത് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു ചെറിയ കുപ്പിയിലോട്ട് നമുക്ക് അരിച്ചൊഴിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നെയ്യ് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നെയ്യുടെ മണമൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് എനിക്ക് തോന്നുന്നു ഇച്ചിരി ഇത്ര അങ്ങ് ബ്രൗൺ കളർ ആകണ്ടായിരുന്നു, മൂപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മളത് വെച്ചിരുന്ന് അങ്ങ് ഇളക്കി ഒരു പരുവായത്. സംഭവം നെയ്യുടെ മണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് കട്ട് ചെയ്യാമായിരിക്കും. ഇത്രയും എന്തായാലും നിങ്ങൾ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും മൂപ്പിക്കേണ്ട കാര്യമില്ല, ഇത്രയും ബ്രൗൺ കളർ ആകണ്ട. ഒരു ലൈറ്റ് ഒരു മഞ്ഞ കളറൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് ഓഫാക്കി വെക്കണം തീ. അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അങ്ങ് ഇളക്കി അങ്ങ് ഈ ഒരു പരുവായി പോയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരീക്ഷണം സക്സസ് ആണ്. അപ്പോൾ ഇത്ര ഉള്ളൊരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാം അത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയും നാളെ നമ്മളെ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.